ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 7 നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഒരു അവലോകനവും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫും പ്രതീക്ഷിത ഒഴിവുകളും ഉദ്യോഗാർത്ഥികളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പരീക്ഷ കഴിഞ്ഞത് 7-ാം തീയതിയാണ്. 2 ദിവസം വൈകിയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായി നടത്തുന്നത്. അതിനുള്ള കാരണം, നിലവിലത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ട് ഒരു കട്ട് ഓഫ് പറയുക എന്നുള്ളത് അല്പം പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധൃതിപ്പെട്ട് അങ്ങനെ ഒരു കട്ട് ഓഫ് പ്രവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുമായി സംവദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ കുറച്ച് വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കട്ട് ഓഫിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചോദ്യ പേപ്പറിൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടി നടത്തിയ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൻ്റെ നിലവാരം വളരെ എളുപ്പമോ വളരെ പ്രയാസകരമോ എന്ന് പറയാൻ കഴിയാത്ത, എന്നാൽ ഒരു ആവറേജ് എബോ ആവറേജിൽ നിൽക്കുന്ന ഒരു ചോദ്യ പേപ്പറാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചത്. വളരെ വേഗത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന അടിസ്ഥാന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി ആലോചിച്ച് അബദ്ധം പറ്റാതെ ശ്രദ്ധിക്കേണ്ട നിലവാരമുള്ള ചോദ്യങ്ങളും ചോദ്യപേപ്പറിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഘട്ടത്തിൽ ഇത് എളുപ്പമാണെന്നും എന്നാൽ അതേ ഘട്ടത്തിൽ ഇതിന് നിലവാരം ഉണ്ടെന്നും നമ്മളെ തോന്നിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും ഈ പരീക്ഷ വളരെ ലളിതമായിരുന്നു എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ല. ഇനി ഈ ചോദ്യപേപ്പറിൽ തന്നെ ഡിലീഷൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. 2 ഗണിത ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ GK പാർട്ടിലും ഡിലീഷന് സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഡിലീഷനെ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. 100 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവലോകനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പരീക്ഷ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ എല്ലാവരും വളരെ തീവ്രമായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലാണ് യൂണിവേഴ്സിറ്റി LGS മെയിൻസിൻ്റെ പരീക്ഷ നടക്കുന്നത്. ആ പരിശീലനം ഈ പരീക്ഷ എഴുതിയ ഓരോ ഉദ്യോഗാർത്ഥിയെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് തീവ്രമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അവരുടെ അറിവ് ഇതിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എല്ലാവരും ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞത് ഈ ഓഗസ്റ്റോടു കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടില്ല. ആ പരീക്ഷ കഴിഞ്ഞ് പ്രിലിംസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് സാധാരണ ഒരു LGS പരീക്ഷ എഴുതിയാൽ ഒരു 60 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ ഈ മെയിൻസ് പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഈ പ്രിലിംസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കുട്ടിക്ക് സാധാരണ ഒരു ചോദ്യ പേപ്പർ നമ്മൾ നൽകുകയാണെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ഈ പ്രിലിംസ് പാസ്സായ ഒരു കുട്ടിക്ക് നോർമലി ഒരു 60 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ 60 മാർക്കുകാരുടെ പരീക്ഷ അല്ല. അതിൽ നിന്ന് എത്ര മാർക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും, അതിൽ ടോപ്പ് വരുന്ന 1500 പേരുടെയോ 2000 പേരുടെയോ പരീക്ഷയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. നോർമലി 70 മാർക്ക് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വരാൻ സാധ്യത. പിന്നെ ഈ കട്ട് ഓഫ് പ്രവചനം എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളും കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ചിലപ്പോൾ അല്പം മാറ്റമൊക്കെ വരാം. മാറ്റം വരുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക, പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനൊരു ബേസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. അല്ലാതെ ഒരു കട്ട് ഓഫ് പ്രവചനം നടത്തി ഒരു പ്രവചനം വിജയിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇതിലൊരു ഭയങ്കര നെഗറ്റീവായിട്ടൊന്നും നിങ്ങൾ എടുക്കരുത്. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുൻകൂറായിട്ട് അത് പറയുകയാണ്. ശരി, അപ്പോൾ ഈ 70 മാർക്ക് എന്ന് പറയുന്നത് ആണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വരാൻ നിലവിലത്തെ സാധ്യത. പക്ഷേ ഞാൻ പറയുന്നത് ഔട്ട് ഓഫ് 100 ആണ്. ഈ 100ൽ ഡിലീഷൻ വരികയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും അതിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് 70ൽ നിന്ന് താഴും. പക്ഷേ 100 മാർക്കിനാണ് ഈ പരീക്ഷ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവാരം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വരാൻ സാധ്യത 70 തന്നെയാണ്. ഇനി 70ൽ ഒതുങ്ങുമോ എന്നുള്ളതാണ് അടുത്ത സംശയം. കാരണം ഒരുവിധം നല്ല രീതിയിൽ പഠിക്കുന്ന, ഭയങ്കര എക്സലൻ്റ് എന്നുള്ള രീതിയിലോട്ടല്ല ഞാൻ പറഞ്ഞതൊരു എബോ ആവറേജിന് മുകളിൽ ഒരു ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ 80+ വാങ്ങിയ ഒരുപാട് കുട്ടികളെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്.
അവരുടെ മാർക്ക് അവർ പറയുന്ന 100-ലാണ്. ഇത് ഡിലീഷൻ വരുമ്പോൾ അതൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ 80 മാർക്ക് മുതൽ 85 മാർക്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് റാങ്ക് വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ ഒരു 85 മാർക്ക് വരെ എത്തിപ്പെടാൻ പറ്റും. 85-ന് പുറത്തും എത്തിപ്പെടാൻ പറ്റും പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ടോപ്പ് കിട്ടിയ കുട്ടിയെക്കാളും 15 മാർക്ക് കുറയുമ്പോൾ 70 മാർക്കാണ് വരുന്നത്. ആ 15 മാർക്കിനകത്തുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2000 മുതൽ അല്ലെങ്കിൽ 2500 വരെ ആവാം. അപ്പോൾ ഇത്രയും പേരുടെ ലിസ്റ്റ് മാത്രമായിരിക്കും സാധാരണ രീതിയിൽ ഇടാൻ സാധ്യത. പക്ഷേ ഞാൻ ഈ പറയുന്നത് 2-3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന്, 100 മാർക്ക് വെച്ചിട്ടാണ് ഈ കട്ട് ഓഫ് പറയുന്നത്. ഈ 100 മാർക്കിൽ ഒരുപാട് ഡിലീഷൻ വരികയാണെങ്കിൽ കട്ട് ഓഫ് 70-ലും താഴോട്ട് പോകും. പക്ഷെ 100-ലാണെങ്കിൽ 70 മാർക്കാണ്. നിലവിൽ 70 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പ്രതീക്ഷ തുടങ്ങേണ്ടത് എന്ന് തന്നെ പറയാൻ കഴിയും. എന്നാൽ 80-ൽ കൂടുതൽ വാങ്ങിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടി തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. പിന്നെ അതിന് മുകളിലോട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ 70 മുതൽ അങ്ങോട്ട്, അതായത് നോർമലി ഇതിൻ്റെ കട്ട് ഓഫ് 70-നും 75-നും ഇടയിൽ വരാനാണ് സാധ്യത. പരീക്ഷ നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും LD-ക്ക് വേണ്ടിയും വേരിയസ് LGSന് വേണ്ടിയും കൃത്യമായി പഠിക്കുന്നത് കൊണ്ട് 75-നും മുകളിൽ പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യം ഇല്ല. അപ്പോൾ 70 മുതൽ 75 വരെയുള്ള കട്ട് ഓഫ് വരാനാണ് നിലവിൽ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് സാധ്യത ഉള്ളത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യയിലെ ഓൺലൈൻ ഓഫ്ലൈൻ ഉദ്യോഗാർത്ഥികളെയും മറ്റു ഉദ്യോഗാർത്ഥികളുമായൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം പറയുന്ന ഒരു കട്ട് ഓഫാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് പ്രവചനം നടത്താം എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ പറയുന്നതിൽ നിന്ന് തീരെ കുറവും വരാം. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് പറയുന്നില്ല. എന്നാലും നിങ്ങൾ 70-75 എന്നുള്ള രീതിയിലുള്ള കട്ട് ഓഫിലേക്ക് ഈ പരീക്ഷ ഒതുങ്ങുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ശരി. ഇനി പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ. ഉയർന്ന റാങ്ക് കിട്ടിയവരും നല്ല മാർക്ക്, ഇപ്പോൾ 75-ന് പുറത്തുള്ളവർക്കും അല്ലെങ്കിൽ 80-ന് പുറത്തുള്ളവരുടെയൊക്കെ ചോദ്യം, ഇതിൽ എത്ര വേക്കൻസി ഏകദേശം ഉണ്ടാവും? 2016-ന് ശേഷം ഇതുവരെയും യൂണിവേഴ്സിറ്റികളിൽ PSCയിൽ നിന്ന് നിയമനം നടന്നിട്ടില്ല. അതായത് PSCക്ക് ഈ നിയമനം കൈമാറിയതിനു ശേഷം ഇതുവരെ PSC വഴി ഒരൊറ്റ ആൾ പോലും LGS ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലും പ്രവേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. മിനിമം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മിനിമം ഒരു 70 വേക്കൻസി എങ്കിലും, ഏറ്റവും ആവറേജ് ആണ്. ചില യൂണിവേഴ്സിറ്റികൾ 70 വരില്ല, ചിലതിൽ 70-ൽ കൂടുതലും പോകും. വേക്കൻസി വരാൻ സാധ്യതയുള്ള ആദ്യ ഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു പരീക്ഷയാണ്, ഒരു തസ്തികയാണിത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 700 റാങ്ക് വരെ വാങ്ങുന്ന ഏറ്റവും കുറഞ്ഞൊരു എണ്ണമാണ് പറയുന്നത് ആളുകൾക്ക് ഒരു അഡ്വൈസ് കൊണ്ടോ 2 അഡ്വൈസ് കൊണ്ടോ നിയമനം നടക്കാം. പിന്നീട് ഉള്ളവർക്കും അതിനനുസരിച്ച് ഭാവിയിൽ നിയമനം ലഭിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന അതേ കാലഘട്ടത്തിൽ വരുന്ന മറ്റു റാങ്ക് ലിസ്റ്റുകളാണ് വേരിയസ് LDCയുടെ റാങ്ക് ലിസ്റ്റ്, നിലവിൽ ഇപ്പോൾ വന്ന ബെഫ്കോയുടെ LDC റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ വരാൻ പോകുന്ന വേരിയസ് LGS റാങ്ക് ലിസ്റ്റ്, പോലീസ് കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ലിസ്റ്റ്. ഇതിലൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി LGSൻ്റെ റാങ്ക് ലിസ്റ്റിലും വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അല്പം റാങ്ക് താഴോട്ടായാൽ പോലും നിങ്ങൾക്ക് ഒരു ജോലി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ 700 എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് തുടക്കത്തിലുള്ള ഒഴിവുകളാണ്, എടുത്തു പറയുന്നതാണ്. 3 വർഷം വരെയാണ് കാലാവധി. 1000-ലധികം അല്ലെങ്കിൽ 1500-ലധികം ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി LGS. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യപേപ്പറിൻ്റെ നിലവാരത്തെക്കുറിച്ചും കട്ട് ഓഫിനെ കുറിച്ചും പ്രതീക്ഷിക്കുന്ന ഒഴിവുകളെക്കുറിച്ചും നിങ്ങളെ അറിയിക്കാനുള്ളത്. ഏകദേശം ഇതേ രീതിയിലായിരിക്കും കട്ട് ഓഫ് ഉൾപ്പെടെ വരാൻ സാധ്യത. അപ്പോൾ നിങ്ങളുടെ മാർക്ക് പരിശോധിക്കുക. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്ന LD ക്ലർക്കുണ്ട്, വരാൻ പോകുന്ന LGS പരീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പതറിപ്പോയി എന്ന് കരുതി പഠിത്തത്തിൽ യാതൊരു കാരണവശാലും ഒരു ഉപേക്ഷ വിചാരിക്കരുത്. ആത്മാർത്ഥമായി പഠിക്കുക. ഒരു പരീക്ഷ അല്ലെങ്കിൽ അടുത്ത പരീക്ഷ, അതാണ് PSC മത്സരാർത്ഥിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട കാര്യം. എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. താങ്ക് യു.